എൻ്റെ മോൾക്ക് 13 വയസ്സാണ്. നിങ്ങളെല്ലാവരും കൂടി ഉപദ്രവിച്ചാൽ അവൾ മരിച്ചു പോകും. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരായി ചെയ്യൂ. വാളുകളുമായി നിൽക്കുന്ന അക്രമി സംഘത്തിന് മുന്നിൽ ഒരമ്മ തൊഴുകയോടെ നിലവിളിക്കുന്നതാണ്. ഇത് ബംഗാളിലെ സന്ദേശഗലിയിൽ നിന്ന് കേട്ടതാണ്. വലിയ പ്രയാസമുണ്ടാക്കുന്ന വാർത്തയാണത്. പക്ഷേ ആ പ്രദേശത്തെപ്പറ്റി അറിയാവുന്നവർക്ക് ഈ സംഭവം നടക്കും എന്ന് മനസ്സിലാവും. നമ്മൾ ഈ വളരെ വിജനമായ ഗ്രാമങ്ങൾ കണ്ടിട്ടുണ്ട് ബംഗാളിലെ. തീർത്തും വിജനമായ സ്ഥലങ്ങൾ, വളരെ വിശാലമായ പാടങ്ങൾ, അതിൻ്റെ നടുക്ക് 1-2 വീടുകൾ. ഞാൻ ഈ ONGC പൈപ്പ് ലൈൻ വർക്കുമായിട്ട് ബംഗാളിൽ തെക്കുവടക്ക് കുറേ അധികം നടന്നിരുന്നു. പിന്നെ ബംഗാളിൻ്റെ ഉൾപ്രദേശത്ത് മേജിയ തെർമൽ പവർ സ്റ്റേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കുറേ കാലം അവിടെ ക്യാമ്പ് ചെയ്തിരുന്നു. വളരെ വിശാലമായ, ആരുമില്ലാതെ വിശാലമായ പാടങ്ങൾ, കൃഷി ചെയ്യുന്നതും ചെയ്യാത്തതും തരിശും ഒക്കെ ആയിട്ടിങ്ങനെ. അപ്പോൾ അവിടെ ഒരു വീട്ടിൽ ഈ ഗ്രാമം എന്ന് പറഞ്ഞ ആൾക്കാർ കൂട്ടായിട്ട് താമസിക്കുന്നുണ്ട്. പിന്നെ ഗ്രാമത്തിൽ നിന്ന് വിട്ട് കുറച്ച് ദൂരെയായിട്ടായിരിക്കും പാടത്തിൻ്റെ നടുക്ക് ഒറ്റ വീടൊക്കെ ആയിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവമുണ്ട് ബംഗാളിൽ. ഇപ്പോൾ ഇവരിപ്പോൾ ചെയ്തത്, ഈ ഷാജഹാൻ ഷേഖ് എന്ന TMC നേതാവ് അവിടുത്തെ ഒരു ലോക്കൽ ഗുണ്ടയാണ്. 10-14 വർഷമായിട്ട് അയാളിത് ചെയ്യുന്നു. അപ്പോൾ ആ സ്ത്രീ ബംഗാളിൽ പറഞ്ഞത് സ്മൃതി ഇറാനി ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്തിരുന്നു. ഏതൊക്കെ വീട്ടിൽ സുന്ദരികളുണ്ട് എന്ന് അന്വേഷിക്കും അയാളുടെ കിങ്കരന്മാരെ വിട്ടിട്ട്. ഈ സുന്ദരികളെ ആ വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകും. അവരുടെ ഭർത്താവിനോട് പറയും, ഇത് നിൻ്റെ ഭാര്യയാണ് സ്ഥാനം കൊണ്ട്, പക്ഷേ ഇവളെ ഉപയോഗിക്കുന്നത് വേറൊരാളായിരിക്കും, നിനക്ക് ആ അവകാശമില്ല, ബാക്കി അവകാശമാണ്. ഞങ്ങൾ തിരിച്ചു വിടുമ്പോൾ വിടും, അത് ഇന്നാവാം, നാളെ ആവാം, മറ്റന്നാളെ ആവാം. ഇങ്ങനെ കൊണ്ടുപോകുന്നവർ മിക്കവാറും പിന്നെ ആശുപത്രിയിലൊക്കെയാണ് കാണപ്പെടുന്നത്. അത് ഷാജഹാൻ ഷെയ്ഖിൻ്റെ മാത്രമല്ല, അയാളുടെ കിങ്കരന്മാർ, അയാളുടെ ഉപയോഗം കഴിഞ്ഞാൽ പിന്നെ അയാളുടെ കിങ്കരന്മാർ. ഒരു മലയാളം സിനിമയുണ്ടല്ലോ, അതിൽ മമ്മൂട്ടി ഉപയോഗിച്ച് മരിച്ചുപോയ ഒരു കുട്ടിയെ പുഴയിലെറിയാനോ മറ്റോ 2 പേര് കൊണ്ടുപോകുന്നുണ്ട്. ആ പുഴവക്കത്ത് വെച്ച് അവർ ബലാത്സംഗം ചെയ്യുന്നുണ്ട് ആ ശവത്തെ. മരിച്ചില്ല, ഇങ്ങനെ ഞരങ്ങുന്ന ഒരവസ്ഥ. അതുപോലെയൊക്കെ ചെയ്യുന്നവരുണ്ട്. അങ്ങനത്തെ ഞെട്ടിപ്പിക്കുന്നൊരു സ്ഥലമാണ് ബംഗാൾ. ബംഗാൾ നമ്മൾ കാണുന്ന ഈ കൽക്കട്ട എന്ന് പറയുന്ന പ്രദേശമല്ല ബംഗാൾ. അതിന് പുറത്തുള്ള ബംഗാൾ വേറൊരു ബംഗാളാണ് പണ്ട് മുതലേ. കൽക്കട്ട തന്നെ അതിൻ്റെ വികൃതമുഖം എൻ്റെ ഒരു നക്സലൈറ്റ് സുഹൃത്ത് എന്നെ കൊണ്ടുപോയി കാണിച്ചു. അയാൾ എൻജിനീയറാണ്. എന്നെ സഹായിക്കാനായിട്ട് ഈ ONGC ജോലിയിൽ സഹായിക്കാൻ വന്ന ആളാണ്. അയാൾക്ക് നല്ല പൊക്കവും തടിയും ഉണ്ട്. അപ്പോൾ ഈ ഹെവി ജോലികൾ, ഹെവി എക്യുപ്മെൻറ്റ്സ് എടുത്ത് വയ്ക്കുകയൊക്കെ, ഞാനൊരു മെലിഞ്ഞ കുള്ളനാണല്ല. അപ്പോൾ ഞാൻ സഹായത്തിനായിട്ട് വിളിച്ചതാണ്. അയാൾ വന്നു, ഞങ്ങൾ തമ്മിൽ അടുത്തു, സംസാരിച്ചു. ഞാൻ RSS, അയാൾ നക്സലൈറ്റ്, അതുകൊണ്ട് എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ. അപ്പോൾ ഞാൻ ഫൈനലി അയാൾ വിളിച്ചു ചോദിച്ചു, താൻ നക്സലൈറ്റ് ആവാൻ കാര്യം എന്താ? അയാൾ പറഞ്ഞു, നമ്മൾ രാത്രി കൽക്കട്ടയിൽ എത്തുമല്ലോ, മോഹൻദാസിനെ ഞാൻ കാണിച്ചു തരാം എന്തുകൊണ്ട് ഞാൻ നക്സലൈറ്റായി. അയാൾ എന്നെ വിളിച്ച് ഒരു ബാറിൽ കൊണ്ടുപോയി. പുറത്ത് ശാന്തമാണ്, അകത്ത് കയറി. അപ്പോൾ ബാറിൻ്റെ അന്തരീക്ഷം നമുക്ക് കണ്ടറിയാം. ആ അന്തരീക്ഷമില്ല. റിസപ്ഷനിൽ ഒരാളിരിക്കുന്നു. ഇയാൾ എന്നോട് പറഞ്ഞു, ഒരു 400 രൂപ എടുത്തേ, 200 രൂപയാണ് ഒരാൾക്ക്. ഞാൻ ചോദിച്ചു, ഇതെന്താണ്? എടുക്ക്. 400 രൂപ കൊടുത്തു. 200 രൂപ എനിക്ക്, 200 രൂപ അയാൾക്ക്. ടിക്കറ്റ് തന്നു, അകത്ത് പോയി. അകത്ത് ആ ഡോറങ്ങോട്ട് തുറന്നു കഴിഞ്ഞപ്പോൾ അതിഭയാനകമായ ശബ്ദവും നൃത്തവും ആൾക്കാർ, ബഹളം. സൗണ്ട് പ്രൂഫാണ്, പുറത്തൊരു സൗണ്ടും കേൾക്കില്ല.
അപ്പോൾ അവിടെ അവിടെയായിട്ട് വട്ടമേശകൾ ഇട്ടിട്ടുണ്ട്, 2-3 കസേരയുണ്ട്. ബാക്കി എല്ലാവരും ഇങ്ങനെ അസാമാന്യമായിട്ട് കള്ളു കുടിച്ച് തുള്ളുന്നു. ഞങ്ങളുടെ മേശപ്പുറത്തും ഓരോ ബിയർ കുപ്പി വന്നു. അത് കോംപ്ലിമെൻ്ററിയാണ്. ഈ 200 രൂപയെ ഒരു ബിയറും ഇത് കാണുകയോ അതിൻ്റെ കൂടെ തുള്ളുകയോ ഒക്കെ ചെയ്യാം. അപ്പം അന്നത്തെ കാലത്ത് വലിയൊരു തുകയാണ് 200. അവിടെ ഇരുന്നുകൊണ്ട് ഇയാളെന്നെ കാണിച്ചു തന്നു. കൽക്കട്ടയിലെ പ്രൊമിനൻറ്റ് പൊളിറ്റീഷ്യൻസിൻ്റെ പണക്കാരുടെയൊക്കെ മക്കളാണ് ഇവർ. ഇതാ തുള്ളുന്നവൾ, ഈ തുള്ളുന്നവൾ, ഈ മുടിയൊഴിച്ച് തുള്ളുന്നവൾ, അവൻ ഇവൻ ഒക്കെ എന്നെ കാണിച്ചു തന്നു. അപ്പോൾ പ്രൊമിനൻറ്റ് പൊളിറ്റീഷ്യൻസിൻ്റെ പേരുകളാണ് അയാൾ പറഞ്ഞത്. ആ പേരുകൾ പലതും ഞാൻ മറന്നുപോയി, ചിലതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാനായിട്ടത് പറയുന്നില്ല. അവൻ പറഞ്ഞു, ഈ തുള്ളൽ രാത്രി 2 മണി വരെ തുടരും, 2-2:30 വരെ. അത് കഴിഞ്ഞ് ചിലർ ഇവിടെ തന്നെ കുഴഞ്ഞു വീഴും. അപ്പോൾ അവരുടെ പുറത്ത് ആൾക്കാർ നിൽപ്പുണ്ട്, ഡ്രൈവർ എടുത്തുകൊണ്ട് വണ്ടിയിലാക്കിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകും. പിന്നെ ഇവർ കണ്ണ് തുറക്കുന്നത് പിറ്റേ ദിവസം ഒരു ഉച്ചയ്ക്ക് 1 മണി 2 മണിയാകുമ്പോഴാണ്. അപ്പോൾ എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിക്കും. വൈകുന്നേരം ആകുമ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും തുള്ളാൻ വരും. ഇത് തന്നെ ഇവരുടെ അച്ഛന്മാർ അമ്മമാർ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുക. ഇവിടെ നടക്കാത്തതായിട്ടൊന്നുമില്ല. ആൾക്കൂട്ടത്തിൽ എന്ത് നടക്കുന്നു ആർക്കും പറയാൻ പറ്റില്ല. ആ സ്റ്റേജിന് പുറകിൽ ആ വഴിയുണ്ട്, ആ ഇരുട്ട് വഴി എങ്ങോട്ട് പോകുന്നൊന്നും അറിയില്ല. ചിലരങ്ങോട്ട് പോകും വരും. അപ്പോൾ അയാൾ പറഞ്ഞു, ഇതാണ് ഞങ്ങളുടെ ഭരണകൂടം. അന്ന് ജ്യോതിബാസു ഭരിക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ ഭരണകൂടം ഇതാണ് മോഹൻദാസ്. ഒന്നും ചെയ്യാൻ നിർവാഹമില്ല. സകല സ്ഥലത്തും ഇവർ പിടിമുറുക്കിയിരിക്കുകയാണ്. ഇവരെ നേരിടാൻ സായുധ സമരമല്ലാതെ ഒരു മാർഗവും ഞാൻ കാണുന്നില്ല, ഒരു മാർഗവും. അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ നക്സലൈറ്റ് ആയത്. അല്ലാതെ മാവോ സൂക്തം പഠിച്ചിട്ടോ അതൊന്നുമല്ല. മോഹൻദാസ് നോക്ക്, ജ്യോതിബാസുവിൻ്റെ ഏറ്റവും വലിയ ശത്രു ഞങ്ങളാണ്, നക്സലൈറ്റുകാർ. ഞാനപ്പോൾ പറഞ്ഞു, ഒരു പാറ്റേൺ ഉണ്ടല്ലോ ഇതിൽ. കേരളത്തിൽ നക്സലൈറ്റിനെ ഏറ്റവും ശക്തമായിട്ട് എതിർക്കുന്നത് ആരാ? CPM ആണ്. ബംഗാളിലും അതുപോലെയാണ്, ആന്ധ്രയിലും അതുപോലെയായിരുന്നു. ആന്ധ്രയിൽ പിന്നെ CPM ഇല്ലാതെ പോയി. നക്സലൈറ്റുകൾ അന്ന് ഇപ്പോൾ അതെല്ലാം മാവോവാദികളായില്ല. എൻ്റെ അന്നത്തെ ഫ്രണ്ടിനെ പോലെ നിഷ്കളങ്കമായിട്ട് ഈ വ്യവസ്ഥിതി മോശമാണ്, ഇതിനെതിരെ പോരാടാൻ ആയുധമെടുത്തേ പറ്റൂ എന്നയാൾക്ക് കൺവിൻസ്ഡായിട്ട് ഇറങ്ങിയ ആളാണ് എൻ്റെ സുഹൃത്ത്. പിന്നെ അത് മാവോവാദിയൊക്കെ ആയി. അയാളൊരിക്കലും മാവോവാദിയാകും എനിക്ക് തോന്നുന്നില്ല. അയാൾക്ക് രാജ്യത്തോടൊക്കെ കമ്മിറ്റ്മെൻറ്റുള്ള നക്സലൈറ്റ് ആയിരുന്നു. വ്യവസ്ഥിതി മാറ്റാൻ വേറെ മാർഗമില്ലാത്തതുകൊണ്ട് ഗതികെട്ടാണ് നക്സലൈറ്റായ ആൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓപ്പറേഷൻ കൊണ്ട് നക്സലൈറ്റായ ആൾ. അതേസമയം CPM എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അത് ഈ സുഹൃത്തിൻ്റെ കാലം കഴിഞ്ഞാണ്. വീണ്ടും ഞാൻ ബംഗാളിൽ ക്യാമ്പ് ചെയ്യുന്ന കാലത്ത് മിത്ര എന്നോട് ഇടയ്ക്ക് ചെറുതായിട്ട് തർക്കിക്കുകയൊക്കെ ചെയ്യും. CPM, ഞാൻ RSS. ഞാനും ചെറുതായിട്ട് തർക്കിക്കും. പക്ഷേ മിത്ര നല്ലൊരു മനുഷ്യനാണ്. ആസ് എ ഹ്യൂമൻ ബീയിങ് നല്ലൊരാളാണ്. ഞാനും മിത്രയും വളരെ ക്ലോസ് ആണ്. ഞാൻ ഹെഡ് ഓഫീസിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് അവിടെ പോകുന്നു. മിത്ര അവിടുത്തെ റെസിഡൻറ്റ് മാനേജറാണ്. ഇപ്പോൾ ഏകദേശം 2 പേരും സ്ഥാനം കൊണ്ടും ഒരുപോലെയാണ്. സോ സിവിലൈസ്ഡ് ഡിബേറ്റ് നടക്കുമായിരുന്നു. പക്ഷേ 2 വർഷം കഴിഞ്ഞ് മിത്ര കാലം മാറി. മിത്ര കേരളത്തിൽ വന്നു. അപ്പം ഞാൻ ചെന്നു കണ്ടു. എങ്ങനെയുണ്ട് മിത്രാജി എന്നൊക്കെ പറഞ്ഞ് മിത്ര എന്നോട് പറഞ്ഞു, മോഹൻദാസ് പറഞ്ഞത് ശരിയാണ്, എനിക്ക് അനുഭവപ്പെട്ടു. എന്നുവെച്ചാൽ മിത്രയുടെ വീട്ടുകാർ അവരുടെ വലിയൊരു പാടം റെയിൽവേക്ക് വിട്ടുകൊടുത്തു. അപ്പോൾ തൊട്ടടുത്ത പാടം അങ്ങനെ റെയിൽവേ വികസനം വരുന്നു. ഇവർക്ക് കുറേയധികം പാടമുള്ളതുകൊണ്ട് ഇതങ്ങ് വെറുതെ വിട്ടുകൊടുത്തു റെയിൽവേക്ക്. നാട്ടിൽ അപ്പം പാടത്ത് റെയിൽവേ ലൈൻ വരുന്ന കണ്ടിട്ടുണ്ടോ? ഈ ഇങ്ങനെ മണ്ണ് കൂട്ടും, കൂന പോലെ കൂട്ടി നിരപ്പാക്കിയിട്ട് ഡബിൾ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വീതി ഉണ്ടാവും. ഒരു 50 അടി 60 അടി വീതി വരും ഡബിൾ ലൈൻ പോകാൻ. 60 അടി വീതിക്ക് ഒരു തിട്ട ഉണ്ടായി, കിലോമീറ്റർ നീളത്തിൽ തിട്ട. ആ തിട്ടയിൽ
ബംഗ്ലാദേശ് അഭയാർത്ഥികൾ കുടിൽ കെട്ടി താമസിക്കാൻ തുടങ്ങി. താമസിച്ചു, അത് അവരുടെ ആയി. അവർ വോട്ടർ പട്ടികയിൽ കയറി വിത്ത് സൈലൻറ്റ് പെർമിഷൻ ബൈ ജ്യോതി ബസു. ലക്ഷക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ നീളത്തിലങ്ങ് താമസിക്കും. മിത്ര ഞെട്ടിപ്പോയി. നാട്ടിൽ റെയിൽവേ വരട്ടെ. മിത്ര പറഞ്ഞു, എൻ്റെ വീട്ടിൽ നിന്ന് 5 കിലോമീറ്റർ ദൂരെയാണ് റെയിൽവേ സ്റ്റേഷൻ പ്ലാൻ ചെയ്യുന്നത് തന്നെ. എൻ്റെ വീട്ടുമുറ്റത്തൊന്നുമല്ല. ബട്ട് എനിക്ക് തോന്നി ഒരു 5 കിലോമീറ്റർ ദൂരെ പോയി കഴിഞ്ഞാൽ പിന്നെ ട്രെയിൻ പിടിക്കാമല്ലോ. അതുകൊണ്ട് സൗജന്യമായിട്ട് ഞങ്ങളെല്ലാം കൊടുത്ത ഭൂമിയാണ് ബംഗ്ലാദേശിലെ അഭയാർത്ഥികൾ വന്ന് താമസിച്ച് അവിടെ മുഴുവൻ വൃത്തികേടാക്കി, ബാക്കി പാടത്തും കൃഷി ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പൊല്യൂട്ടലാക്കി, കോഴി വളർത്തൽ, ആട് വളർത്തൽ, പശുവിനെ ഇറക്കി വിടുക, ഇറച്ചി വിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് അവരങ്ങോട്ട് ഈ റെയിൽവേ ലൈൻ അവരുടെ കോളനിയായിട്ട് മാറി നീളത്തിൽ കാണാൻ. ഈ വ്യത്യാസം കെയിം വിത്തിൻ 18 months, 1.5 വർഷം കൊണ്ടാണ് ഫുൾ അതിൻ്റെ ലാൻഡ്സ്കേപ്പ് മാറ്റിക്കളഞ്ഞുകൊണ്ട്. അപ്പം ഞാനിന്ന് മിത്രയോട്, ഞങ്ങൾ ഈ സിവിലൈസ്ഡ് ഡിബേറ്റ് നടക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, യു ആർ ടേക്കിംഗ് എ ഡേഞ്ചറസ് കോഴ്സ് വിച്ച് വിൽ ബി ഡെട്രിമെൻ്റൽ ടു യുവർ ഓൺ ലൈഫ്, യു വിൽ റിഗ്രറ്റ് ദിസ് വൺ ഡേ എന്നൊക്കെ ഞാൻ സ്നേഹത്തോടെ പറയുന്നു. മിത്ര മാന്യനായതുകൊണ്ട് മിത്ര എന്നോട് അഡ്മിറ്റ് ചെയ്തു. മോഹൻദാസ് പറഞ്ഞായിരുന്നു, ശരി, ഞങ്ങൾക്ക് വലിയ തെറ്റ് പറ്റി, ഇപ്പം എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, പണ്ട് എനിക്കൊരു നക്സലൈറ്റ് സുഹൃത്തുണ്ടായിരുന്നു, മിത്രയ്ക്ക് വേണമെങ്കിൽ ആ ലൈൻ നോക്കാവുന്നതാണ്. ഇല്ല, കാരണം ചാരു മജുംദാറിൻ്റെയും കനു സന്യാലിൻ്റെയൊക്കെ അനുഭവം ഇവർക്ക് ഓർമ്മയുണ്ട്. അതിനൊക്കെ ശേഷമാണ് ഈ സിംഗൂർ സംഭവമൊക്കെ വരുന്നത്. അങ്ങനെയാണല്ലോ ഇവർ മമതാ ബാനർജി അധികാരത്തിൽ വരാൻ തന്നെ കാരണം. സിംഗൂർ നന്ദിഗ്രാമമാണ്. സിംഗൂർ നന്ദിഗ്രാമമാണ്. അത്ര ക്രൂരമായ വെടിവെപ്പും ലാത്തിചാർജും ഒക്കെയാണ് ഈ ഭട്ടാചാർജിയൊക്കെ നടത്തിയത്. വൻ ബുദ്ധിജീവികളാണ് നടത്തിയത്. അത് അൺഇമാജിനബിൾ വയലൻസ്, അതൊക്കെയാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ വയലൻസ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് പിണറായി വിജയൻ ഭേദമാണ്. അല്ല, ടി ജി പറഞ്ഞു വന്നത് ഈ സാധനം മൊത്തം ഈ എൻ ബ്ലോക്ക് ഈ വോട്ടേഴ്സ് മമതയുടെ കയ്യിലേക്ക്. അല്ല, അവിടുത്തെ ഡെമോഗ്രാഫിയിൽ ബംഗ്ലാദേശികൾ, അറബികൾ, അല്ല വലിയ സ്വാധീനം ഉണ്ടാക്കിയതാണല്ലോ മാറ്റം. ഈ പറയുന്ന സന്ദേശ് ഖാലി എന്ന് പറയുന്നത് 24 പർഗാനാസ് ജില്ലയിലാണ്. 24 പർഗാനാസ് ബോർഡറിങ് ബംഗ്ലാദേശ്, ഏറ്റവും കുപ്രസിദ്ധമായൊരു ജില്ലയാണ്. 24 പർഗാനാസ് ഇങ്ങനെ തെക്ക് വടക്ക് കിടക്കുന്ന ജില്ലയായതുകൊണ്ട് നോർത്ത് 24 പർഗാനാസ്, സൗത്ത് 24 പർഗാനാസ് എന്ന് പറയും. ഈ നോർത്ത് 24 പർഗാനാസിലാണ് സന്ദേശ് ഖാലി. ബംഗ്ലാദേശുമായിട്ട് വളരെ സുന്ദർബനിൻ്റെ ഏരിയയാണ്. ഇൻസിഡൻ്റലി ഞാൻ പറയാം, ഈ 24 പർഗാനാസിൽ ബംഗ്ലാദേശ് അതിർത്തിയോട് അടുപ്പിച്ച് ഹൗസിംഗ് പ്രോജക്റ്റ്, എഡ്യൂക്കേഷൻ, ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തിലെ MES അവിടെ പ്രോജക്റ്റ് നടത്തുന്നു. ഇൻസിഡൻ്റലി ഞാൻ പറയണം, അതിൽ നിന്ന് വേറൊന്നും വായിച്ചെടുക്കണ്ട, പക്ഷേ അവരും അവിടെയുണ്ട്. ഇവിടെ എങ്ങും സേവനം ചെയ്യാൻ സ്ഥലമില്ലാഞ്ഞിട്ടായിരിക്കും, ആർക്ക് വേണ്ടിയായിരിക്കാം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അല്ല, എന്തുമായിക്കോട്ടെ, ഞാൻ പറഞ്ഞത് വെച്ചാൽ ഒരു മലയാളി കണക്ഷൻ. അതെ, പക്ഷെ അതിൻ്റെ ഒരു അത് പറയുമ്പോൾ അവിടുത്തെ ഡെമോഗ്രാഫിയായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്യണമല്ലോ. അപ്പോൾ ഇവർ കഴിഞ്ഞ 13-14 വർഷമായിട്ടും പെണ്ണുങ്ങളെ ഇങ്ങനെ സുന്ദരികളെ തട്ടിക്കൊണ്ടു പോവുകയാണ് ഓരോ രാത്രി. ചോദിക്കാൻ ഗ്രാമവാസികൾക്ക് ധൈര്യമില്ല. പോലീസ് ഇവരുടെ കയ്യിലാണ് തന്നെ. പോലീസ് ഒന്നും ചെയ്യില്ല. ഇപ്പോൾ പിണറായിയുടെ പോലീസ് കണ്ടില്ല, അവർ തല്ലും, അയാളുടെ ഗൺമാൻ ഇറങ്ങിയിട്ട് വേറെ തല്ലും. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാം, ഒന്നും പറയാനില്ല. അപ്പോൾ ഈ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഈ സന്ദേശ് ഖാലി ഏകദേശം ഒരു ദ്വീപും കൂടെയാണ്, സുന്ദർബൻ റീജിയനാണ്. ആ സന്ദേശ് ഖാലിയിൽ ഈ അതിക്രമം നടക്കും. പോലീസ് കയ്യും കെട്ടി നിന്നാൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവരും മിണ്ടാതിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് കഴിഞ്ഞ ജാനുവരിയിൽ ഈ ഷാജഹാൻ ഷെയ്ഖിനെ അന്വേഷിച്ച് റെയ്ഡ് ചെയ്യാൻ ED സംഘം എത്തുകയും ഇയാളുടെ ഗുണ്ടകൾ അവരെ ആക്രമിക്കുകയും. അതെ, കഴിഞ്ഞ മാസം ജാനുവരിയിലാണത്. അപ്പോൾ എന്തായി, ചോദിക്കാനും പറയാനും ആളുണ്ട് എന്നൊരു ധൈര്യം ആ ഗ്രാമത്തിലുണ്ടായി. എടാ, ബംഗാൾ പോലീസ് മാത്രമല്ല, വേറെ ആമ്പിള്ളേരുണ്ട്. കാര്യം തല്ലുകൊണ്ടു, അന്ന് കാര്യം നടന്നില്ലെങ്കിലും പിന്നെയും അവർ അറ്റംപ്റ്റ് ചെയ്തു. അവർ സർവ്വസന്നാഹത്തോടെ CRPFൻ്റെ സെക്യൂരിറ്റിയോടെയൊക്കെ പോയി.
അപ്പോൾ ആളുകൾക്കൊരു ധൈര്യമായി. അപ്പോൾ ഇത് പൊട്ടി വന്നു, പുറത്തേക്ക് രോഷം പൊട്ടി വന്നു. ഇത് പൊട്ടിയാണ് ഇപ്പോൾ ഈ സമരവും ബഹളവും ഒക്കെ നടക്കുന്നത്. എന്നിട്ട് മമതാ ബാനർജി മിനിഞ്ഞാന്ന് ബംഗാൾ അസംബ്ലിയിൽ പറയുകയാണ്, RSSകാരുടെ പൊട്ടിത്തെറിയാണത്. RSSകാരുടെ അടുപ്പാണ് സന്ദേശ് ഖാലി, ബർണറാണ്. RSSകാർ വേവിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. RSS ഈ പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്യുന്നത് RSS നോക്കിയിരിക്കണം. RSS അവിടെ ഉണ്ടാവാം, എല്ലാ സ്ഥലത്തും ഉള്ളതാണ്, ഒരു പക്ഷേ അവിടെ കുറച്ച് പേരുണ്ടാവാം. ബട്ട് ഇതൊന്നും പ്രശ്നമില്ല. ഈ 10-14 വർഷമായിട്ട് RSS എവിടെയായിരുന്നു. എന്നിട്ട് മമതാ ബാനർജി അസംബ്ലിയിൽ പറഞ്ഞു, ആ പെണ്ണ് ഏതാണ്, ആ പെണ്ണ് ഏതാ, ആ സാരി തലപ്പ് കൊണ്ട് മൂക്കുവരെ മൂടി സംസാരിച്ച പെണ്ണ് ഏതാ, അവളോട് സാരി മാറ്റാൻ പറ, ഞാൻ അവൾക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കാൻ പോവുകയാണ്, ഒളിച്ചു നിന്ന് സംസാരിക്കുന്നു എനിക്കെതിരെ. ഐഡൻറ്റിറ്റി അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീ തലയിലൂടെ സാരി ചുറ്റി ഇവിടെ കൊണ്ടുവന്ന് വായി മറച്ചിട്ട് ഇത്രയുമേ കാണാവുള്ളൂ അവരുടെ ഈ ഒരു കഷ്ണം. ഐഡൻറ്റിഫൈ ചെയ്ത കുന്നുകളെ അവർ ഈ പേരുകൾ മുഴുവൻ പറയുന്നു. ഈ ഗുണ്ടകളുടെ സകല പേരും അവർ പറഞ്ഞു. ഞാൻ പറയുന്നത് എൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് ഗ്രാമപ്രദേശമല്ലേ, ഇത് ഇന്നവളാണല്ലോ, ശരീരപ്രകൃതിയെ കണ്ടാറേ എന്നെ പിടിച്ചുകൊണ്ട് പോകുന്നത് എനിക്കറിയാം, എൻ്റെ പ്രാണം പോയാലും ശരി ഞാനിത് പറയാതെ നടങ്ങില്ല എന്ന് പറഞ്ഞു. ഹൈക്കോടതി സുയോമോട്ടോ കേസെടുത്തു. ഇത് ഈ പറച്ചിൽ ഒരു BJP മുഖ്യമന്ത്രിയാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇവിടെ എന്ത് കോലാഹലം നടക്കുമായിരുന്നു, എന്ത് കോലാഹലം നടക്കുമായിരുന്നു. പിനു വി ജോൺ കണ്ടോ ഇതൊക്കെ? അഭിലാഷ് മോഹനൻ കാണുന്നില്ലേ സ്ത്രീ വിരുദ്ധ പ്രസ്താവന? നികേഷ് കുമാർ മമതാ ബാനർജി ആയതുകൊണ്ട് ഒരക്ഷരം യുവമാരും മിണ്ടില്ല, ഒരക്ഷരം മിണ്ടില്ല. മമതാ ബാനർജിയോട് സ്നേഹം കൊണ്ടല്ല, ഇന്ത്യ മുന്നണിയോടുള്ള സ്നേഹം കൊണ്ട്. മമതാ ബാനർജിയുടെ ഇവിടുത്തെ കൗണ്ടർ പാർട്ടും ക്രൂരനുമായ പിണറായി വിജയനോടുള്ള അഡ്ജസ്റ്റ്മെൻറ്റും മാത്രമല്ല, ഇരകൾ ഹിന്ദുക്കളായതുകൊണ്ട് കൂടിയാണ്. അതൊരു പ്രത്യേകം. അതിലിപ്പോൾ ഹിന്ദു വിരോധം ഇവരുടെ ബ്ലഡിലല്ല, മജ്ജയിൽ കയറിയിട്ടുണ്ട്. നോട്ട് ഓൺലി ഇൻ ബ്ലഡ്, നോട്ട് ഓൺലി ഇൻ ഫ്ലഷ്, നോട്ട് ഓൺലി ഇൻ ബോൺസ് ബട്ട് ഇൻ മാരോ. ദ ഹിന്ദു ഹേറ്റ് ബൈ കേരള മീഡിയ. അതാണ് ഞാൻ ഇവരെയൊക്കെ പേരെടുത്ത് പറയാൻ കാര്യം. ഒരാളിത് കാണിക്കണമല്ലോ. നിങ്ങൾ ബലാത്സംഗം കാണിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ബലാത്സംഗത്തിൻ്റെ വിക്ടിം പ്രൊട്ടക്റ്റഡാണ്, അവരുടെ പേര് പുറത്ത് പറയാൻ പാടില്ല. പക്ഷേ ഒരു സ്ഥലത്ത് പറയാം, കഠുവയിലെ പെൺകുട്ടിയുടെ പേര് പറയാം. ഇവർ ക്യാമ്പയിൻ ചെയ്തു. ഈ പറഞ്ഞ ആൾക്കാരെല്ലാം കൂടെ വലിയ ക്യാമ്പയിൻ നടത്തി. പിണറായി വിജയൻ്റെ ട്വിറ്ററിൽ ഇപ്പോഴും 6 വയസ്സുള്ള ബലാത്കാരം ചെയ്ത് മരിച്ചുപോയി എന്ന് ആരോപിക്കപ്പെടുന്ന കഠുവയിലെ പെൺകുട്ടിയുടെ പടവും പേരുമുണ്ട് പിണറായി വിജയൻ്റെ ട്വിറ്ററിൽ ഇപ്പോഴും. അതേസമയം 10-75 വയസ്സുള്ള SN സ്വാമി ഈ ദിലീപിൻ്റെ കേസിൽ ഒരു TV ചർച്ചയിൽ ഓർക്കാതെ ആ പേര് പറഞ്ഞുപോയി, ഇരയുടെ പേര്. ഇപ്പം ഇരയല്ലല്ലോ, അതിജീവിതയുടെ പേര് SN സ്വാമി പറഞ്ഞുപോയി. 75-ാം ദിവസം പുള്ളിയെ അറസ്റ്റ് ചെയ്തു. കേസ് അങ്ങനെ സിനിമയിൽ തന്നെ ഉള്ള മനുഷ്യൻ സംസാരിച്ചു വരുമ്പോൾ പ്രശസ്തിയായ നടി. എന്നിട്ട് ആ നടി വനിതാ മാഗസിന് ഫോട്ടോ അടക്കം ഇൻ്റർവ്യൂ കൊടുക്കുന്നു. സ്വാമിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഈ തെമ്മാടിത്തര, ഈ ഭോഷ്ക്ക് മുഴുവൻ. എന്നിട്ട് കോടതി പറഞ്ഞു, ഒരു നമ്പർ ഇട്ട് നിങ്ങൾ സൂചിപ്പിച്ചോളൂ എന്ന് പറഞ്ഞു. ഐ ആം നോട്ട് എ നമ്പർ എന്ന് പറഞ്ഞായിരുന്നു ക്യാമ്പയിൻ. ഇടതുപക്ഷ, മതനിരപേക്ഷ, ജനാധിപത്യ, വർഗ, ബഹുജന, ഡിമാല ഗുണ്ടിമാരെ മുഴുവൻ, ശാരദക്കുട്ടി, ദീപാ നിശാന്ത് എല്ലാം കൂടെ എണീറ്റ് വന്നിട്ട് ഐ ആം നോട്ട് എ നമ്പർ, പേര് പറയും എന്ന് പറഞ്ഞു. IPC 228A ലംഘനമാണ്, പോക്സോ സെക്ഷൻ 13 ലംഘനമാണ്. പക്ഷേ ആരും കേസ് ചാർജ് ചെയ്തില്ല. മമതാ ബാനർജി പറഞ്ഞപ്പോൾ ചാർജ് ചെയ്തില്ല. ഇതിനിടയ്ക്ക് വേറെ ആരെങ്കിലും തുപ്പിയാൽ കോഴിക്കോട് കടപ്പുറത്ത് അമ്മമാർ ചൂലെടുത്തില്ലേ, എന്തൊരു സ്ത്രീവിരുദ്ധ പ്രവൃത്തി, ഭയങ്കര സ്ത്രീവിരുദ്ധം. മമതാ ബാനർജി ആ പെണ്ണ്, ആരുടെ ആ പെണ്ണ്, ആ പെണ്ണിനോട് മുഖം കാണിക്കാൻ പറ, ക്രിമിനൽ കേസ് എടുത്തിരിക്കും, ഇന്ന് പൊക്കിയിരിക്കും ആ സ്ത്രീ. ഇത്ര ദയനീയമായ അവസ്ഥയാണ്, ഇത്ര ദയനീയമായ അവസ്ഥ.
ഞാനിപ്പോഴും പറയുന്നത് മോദി കുറച്ചുകൂടെ ഫാസിസ്റ്റ് ആവേണ്ടിയിരിക്കുന്നു. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. ഇതിനെന്താ സൊല്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ക്ലാമ്പ് ഒരു പെർട്ടിക്കുലർ ഏരിയ ഒരു മജിസ്ട്രേറ്റിന് കീഴിലാക്കാം. ഇപ്പോൾ ഇതിന് മജിസ്ട്രേറ്റിൽ എൻക്വയറി നടക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു മജിസ്ട്രേറ്റ് കേന്ദ്ര നിയമം അനുസരിച്ച് ഭരണഘടന അനുസരിച്ച് നിങ്ങൾക്കൊരു മജിസ്ട്രേറ്റിനെ ഏൽപ്പിക്കാൻ ഒരു പ്രത്യേക പ്രദേശം. നിങ്ങൾക്ക് ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട് ഉണ്ട്. ഒരു ഡിസ്റ്റർബ്ഡ് ഏരിയ അത് നിശ്ചയിച്ചിട്ട് അത് അഫ്സ്പയുടെ കീഴിൽ കൊണ്ടുവരാം. നിങ്ങൾക്കവിടെ CRPFനെയോ പട്ടാളത്തിനെയോ ഏർപ്പാടാക്കാം. ഇത് കേരളത്തിൽ കണ്ണൂർ ഭാഗത്ത് നിരന്തരം കൊലപാതകങ്ങൾ നടന്നപ്പോൾ ഞാൻ അന്ന് രാജ്നാഥ് സിംഗിന് ഒരു കത്തയച്ചു. അഫ്സ്പ കേരളത്തിലെ കണ്ണൂർ എന്നുവെച്ചാൽ തലശ്ശേരി, പെരിങ്ങളം ആ ഭാഗത്ത് മാത്രം ഡിസ്റ്റർബ്ഡ് ഏരിയ ആയിട്ട് ഡിക്ലെയർ ചെയ്യുക. എന്നിട്ട് അവിടെ CRPF പട്ടാളമോ BSF ആരാന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കുക. അവർ കേരള പോലീസുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്തിട്ട് അവർക്ക് ഒരുപാട് സ്പെഷ്യൽ പവേഴ്സുണ്ട്, ഡിറ്റൻഷൻ പവേഴ്സുണ്ട്. ഇത് ചെയ്യണം ആവശ്യപ്പെട്ട് ഞാനൊരു കത്തയച്ചു. എന്നെ പരിഹസിച്ചിൽ ഒന്നാമനെ ആരാന്നറിയാമോ? വി മുരളീധരൻ. സംഘപരിവാറിലെ ആളുകൾ ചത്തതിന് ഞാൻ കത്തയച്ചതിന് ആ മനുഷ്യൻ എന്നെ പരിഹസിച്ചു. വേറെ ആരും പരിഹസിച്ചില്ല കേട്ടോ. CPM പോലും അതിനെ എതിർക്കുകയൊക്കെ ചെയ്തു, പക്ഷേ പരിഹസിച്ചില്ല. പരിഹസിച്ചതിൽ നമ്പർ 1 കേമൻ വി മുരളീധരനായിരുന്നു. പലപ്പോഴും കേന്ദ്രം ബംഗാളിൽ നടക്കുന്ന ഹിന്ദു വിരുദ്ധ പ്രവൃത്തികളെ അവഗണിക്കുന്നു. നിരന്തരം അങ്ങനെ ഒരു പരാതി ഉണ്ട്, ആക്ഷേപമുണ്ട്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം എത്രയോ ആളുകളെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി, എത്രയോ സ്ഥലങ്ങളിൽ സ്ത്രീകൾ ക്രൂരമായ പീഡനത്തിനിരയായി. സ്ത്രീകളുടെ ആയിരുന്നു ഏറ്റവും വലിയ സമരം അവിടെ. പക്ഷേ ഒരു അപ്രോപ്രിയേറ്റ് സ്റ്റെപ്പും ഉണ്ടാകുന്നില്ല. സ്റ്റെപ്പ് ഉണ്ടാകുന്നുണ്ട്. എന്ത് വനിതാ കമ്മീഷൻ നോട്ടീസ് അയച്ചു. ഇപ്പൊ തന്നെ വനിതാ കമ്മീഷനൊന്നും ഒരു സ്റ്റാറ്റ്യൂട്ടറി ഇപ്പൊ തന്നെ ഒരു കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവിയുടെ നേതൃത്വത്തിൽ കമ്മീഷനെ വിട്ടു. എത്രയോ തവണ കമ്മീഷനുകൾ പോയിരിക്കുന്നു. മീനാക്ഷിയിലേക്ക് പോയിട്ടുണ്ട് ഇതിനു മുമ്പ്. ഗവർണർ ആനന്ദ് ബോസ് പോയിട്ടുണ്ട്. ഒന്നും സംഭവിക്കുന്നില്ല. ഇപ്പം അവിടെ ആകെ ആശ്രയം കൽക്കട്ട ഹൈക്കോടതിയാണ്. അതെ, ഹൈക്കോടതി സിയോമോട്ടോ കേസെടുത്തു. 144 പ്രഖ്യാപിച്ചത് വേറൊരു ബെഞ്ച് 144 എടുത്തു കളഞ്ഞു. അങ്ങനെ പ്രഖ്യാപനം അവരുടെ പ്രതിഷേധം നടക്കട്ടെ എന്ന് പറഞ്ഞു. 144 പ്രഖ്യാപിക്കാൻ മാത്രമുള്ള പ്രശ്നമൊന്നും അവിടെ ഇല്ല. ഈ സ്ത്രീകൾ സംസാരിക്കുക പോലും ചെയ്യരുതെന്നാണ് അവരുടെ. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ തടഞ്ഞു. അദ്ദേഹം ഒളിച്ച് വേറൊരു വഴിയിലൂടെ അവിടെ പോയി പോലീസുമായിട്ട് സംഘർഷമുണ്ടായി, ബോധം കെട്ട് വീണു. പിന്നെ അവിടെ നിന്ന് ആശുപത്രി കൊണ്ടുപോയി. പിന്നെ അവിടെ നിന്ന് കൽക്കട്ടയിലെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തിരിക്കുക. വാട്ട് സോർട്ട് ഓഫ് ലോ ആൻഡ് ഓർഡർ ഈസ് ഗോയിങ്? ബംഗാൾ ഇന്ത്യയുടെ ഭാഗമല്ലേ? അല്ല എന്നാണ് ദീദിയുടെ തീരുമാനം. ദീദി അന്ന് പൊട്ടിത്തെറിച്ചില്ലേ anti-CAA സമരത്തിൽ. ദീദിയുടെ മുദ്രാവാക്യം ഓർക്കുന്നുണ്ടോ? കാ കാ നോ നോ, കാ കാ നോ നോ. എന്താ കാക്ക എന്നറിയാമോ? CAA. അത് കാന്ന് വായിക്കാമല്ലോ. അതാണ് കാക്ക. സ്റ്റേജിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. വീഡിയോ ഉണ്ട്. ഇതാണ് ദീദി. കാരണം അവരുടെ വോട്ട് ബാങ്ക് ബംഗാൾ മുസ്ലിംസ് മാത്രമല്ല ബംഗ്ലാദേശി മുസ്ലിംസും കൂടെ ആയി മാറിക്കഴിഞ്ഞു. ഒരു കാലം CPM അത് തന്നെയായിരുന്നു. ഇത് തന്നെ ഇവർക്കും സംഭവിക്കും, ദീദിക്കും സംഭവിക്കും. ഇത് തന്നെ ദീദിക്കും സംഭവിക്കും. CAA ഭയപ്പെടുന്നതാണ്. കേന്ദ്ര ഗവൺമെൻറ് ഒരു കുറ്റകരമായ അനാസ്ഥ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഇതിലുണ്ടാകുന്നുണ്ടെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. അത് ഈ പറയുന്ന പോലത്തെ മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വാക്കുണ്ട്, അഡ്ജസ്റ്റ്മെൻറ്റ്, ഗൂഢാലോചന. ദീദിയുമായി ഗൂഢാലോചന, പിണറായി വിജയമായിട്ട് ഗൂഢാലോചന എന്നൊക്കെ പറഞ്ഞു. ഗൂഢാലോചനയൊന്നും ഒന്നുമല്ല, പിടിപ്പുകേട്, പിടിപ്പുകേട് എന്ന് വേണം പറയാൻ. ലാക്ക് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഇത് കുറേ കാലമായില്ലേ? എത്ര കാലമായി ഈ പാവ മനുഷ്യർ ഇങ്ങനെ ഇരകളായി ചത്തു വീണുകൊണ്ടിരിക്കണം? വീഴും. അവിടെ ഇപ്പോൾ ഈ കൊള്ളാവുന്ന പെണ്ണുങ്ങളെ പിടിച്ചുകൊണ്ട് പോകുന്നു. ഇവിടെയും അത് സംഭവിക്കും, കേരളത്തിലും അത് സംഭവിക്കും. SFI DYFI അതിനുള്ള ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? ആ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ഗുൽമോഹർ കളിക്കാണ് മഹിളാ മോർച്ച ചൂലെടുത്തത്. എന്തായാലും ബംഗാളിൽ നിന്ന് ഉയരുന്നത് ഇന്ത്യയിലെ ന്യൂനപക്ഷത്തിൻ്റെ നിലവിളിയല്ല, ഭൂരിപക്ഷം എന്ന് പറയുന്ന ഹിന്ദുക്കളുടെ നിലവിളിയാണ്.
സ്ത്രീകളുടെ നിലവിളിയാണ്, അമ്മമാരുടെ നിലവിളിയാണ്, കുട്ടികളുടെ നിലവിളിയാണ്. ഞാനത് ഹിന്ദു സ്ത്രീകളുടെ എന്ന് പറയും, കാരണം അവർക്ക് വേണ്ടി മാത്രം പറയാൻ ആരുമില്ല. യെസ്, അവർ നിർഭാഗ്യവശാൽ ഒരു ആൻറ്റി ഹിന്ദു ബയാസ് ഇപ്പോഴും നിലനിൽക്കുന്നു. പക്ഷേ ഹിന്ദു സ്ത്രീകളുടെ നിലവിളി കേൾക്കാൻ ഈ രാജ്യത്ത് കാതുകളില്ല. ഇന്നലെ ഒരു മലയാള മാധ്യമത്തിൽ സ്ക്രോൾ പോയി, സന്ദേശ് ഖാലിയിൽ സംഘർഷം, ഒരു സ്ക്രോൾ പോയി. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നമ്മൾ ഇന്നലെ രാവിലെ ഒരു ഡിബേറ്റ് നടത്തിയിരുന്നു, അതിൻ്റെ ഫലമാകാം ഒരു സ്ക്രോൾ പോയി. പക്ഷേ ഒരു കാര്യം, സന്ദേശ് ഖാലിയിലെ വിഷയം ചർച്ച ചെയ്യണമെങ്കിൽ ഈ ഇവൻസ് മാറിമറിയുമ്പോൾ ദീദിക്കൊരു അപ്പർ ഹാൻഡ് വരും, ഹിന്ദുക്കൾ തിരിച്ചടിക്കും, അപ്പോൾ ചർച്ചയുണ്ടാവും. അപ്പോഴേ ചർച്ച ഉണ്ടാവുള്ളൂ. അന്ന് കണക്ക് പറയാനായിട്ട് ആൾക്കാർ തയ്യാറായിരിക്കണം. അല്ല, ഇവിടുത്തെ പത്രങ്ങൾക്കും മാധ്യമങ്ങൾക്കും ചാനലുകൾക്കും ഒക്കെ വരിയടയ്ക്കുന്നത് ഈ നാട്ടിലെ ഹിന്ദുക്കളും കൂടിയാണ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും എന്നവർക്ക് ഉറപ്പുണ്ട്. ഈ പണ്ട് ടി കെ മാധവനാണ് പറഞ്ഞത്, തൊഴിക്കും തോറും തൊഴും തോറും തൊഴു കിട്ടും. ഇടയ്ക്കിടയ്ക്ക് ഇത് വെള്ളാപ്പള്ളിയും പറയുന്നുണ്ട്. അത് ടി കെ മാധവൻ്റെ കോപ്പിയാണ്. അതിൻ്റെ പേറ്റൻ്റ് എൻ്റെ ഓർമ്മയിൽ ടി കെ മാധവനാണ്. ഇനി ടി കെ മാധവനല്ല വേറൊരാളാണെന്ന് പറഞ്ഞ് എന്നെ തല്ലാനും. ചരിത്രത്തിലെ ഒരാൾ പറഞ്ഞ കാര്യം നമ്മൾ വായിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ പതിയും. അല്ലെ, സന്ദേശ് ഖാലിയിലെ ദുരവസ്ഥയെക്കുറിച്ച് എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് ഇവിടുത്തെ ഹിന്ദുക്കൾ ഇവിടുത്തെ മാധ്യമങ്ങളിലേക്കൊന്നും വിളിച്ച് ചോദിക്കുന്നു പോലുമില്ല. ചോദിക്കില്ല. പക്ഷേ ഒരു കാര്യം, ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ എക്സ്പ്രസ് എവറി ഡേ ദേ ആർ റിപ്പോർട്ടിങ്. വി മസ്റ്റ് ബി താങ്ക്ഫുൾ ടു ദം. അവരുടെ നാഷണൽ പേജ് ഉണ്ടല്ലോ, അതിലെല്ലാ ദിവസവും സന്ദേശ് ഖാലി വരുന്നുണ്ട്. മലയാളത്തിൽ പിന്നെ ജന്മഭൂമി മാത്രമുണ്ട്. ഏതായാലും നമുക്ക് ചിരിക്കാം. നമ്മളിവിടെ ചിരിക്കുമ്പോഴും അവിടെ കണ്ണീരും നിലവിളി ഉയരുകയാണ്. കണ്ണീരും നിലവിളിയും നെഞ്ചത്തടിയുമായിട്ട് ഹിന്ദു സമാജം സഹസ്രാബ്ദങ്ങളായി കഴിയുകയാണ്. ഹിന്ദു ഹൃദയ സാമ്രാട്ടുകളായി നമ്മൾ കാണുന്ന നേതാക്കന്മാർ നാട് ഭരിക്കുമ്പോഴാണ്. ശരി, ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.